ഉമ്മയും മോനും ലബനാനിൻ്റെ പർവ്വതശിഖരത്തിലെ ഒരിടത്തേക്ക് ആരാധനാകർമ്മങ്ങളുടെ നിർവഹണത്തിനു വേണ്ടി ചെന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹയും റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമുമാണ് ആ പർവ്വതശിഖരത്തിലേക്ക് ഇബാദത്തിനു വേണ്ടി കടന്നു ചെന്നിരിക്കുന്നത്. അവിടെയുള്ള സസ്യലതാദികളിൽ നിന്ന് ലഭിക്കുന്ന കായ്കനികളാണ് അവരുടെ ഭക്ഷണം. അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം ഭക്ഷണം അങ്ങ് തീർന്നുപോയി. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലയോ ഉമ്മ, ഞാൻ താഴ്വാരത്ത് പോയി പുല്ല് പറിച്ചു കൊണ്ടുവരാം. നാം ഭക്ഷണത്തിനായി കരുതിയ മറ്റുള്ള വസ്തുവകകളെല്ലാം തീർന്നിരിക്കുകയാണ്. ഇനി ഞാൻ പുല്ല് പറിച്ചു കൊണ്ടുവരാം ഭക്ഷണത്തിനു വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം താഴ്വാരത്തേക്ക് പോവുകയാണ്. മകൻ കണ്ണിൽ നിന്ന് മറഞ്ഞതേയുള്ളൂ. അപ്പോഴാണ് ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം രംഗത്തേക്ക് വരുന്നു. മറിയം ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, ആരാണ് നിങ്ങൾ? അസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉത്തരം പറഞ്ഞു, ഞാൻ മലക്കുൽ മൗത്താണ്. പ്രായഭേദമന്യേ എല്ലാവരുടെയും റൂഹിനെ പിടിക്കുന്ന ഞാനാണ്. കേട്ട് ആശ്ചര്യഭരിതയായ മറിയം ബീവി ചോദിച്ചു, ആകട്ടെ, ഇപ്പോൾ വന്നത് എന്നെ സന്ദർശിച്ച് മടങ്ങാനാണോ അതോ റൂഹ് പിടിക്കാനാണോ? അപ്പോൾ അസ്രാഈൽ അലൈഹിസ്സലാം പറഞ്ഞു, ഞാനിപ്പോൾ വന്നത് റൂഹ് പിടിക്കാൻ തന്നെയാണ്. മറിയം റളിയല്ലാഹു അൻഹ ചോദിച്ചു, എൻ്റെ മോൻ അതാ താഴ്വാരത്തിലേക്ക് പോയിരിക്കുകയാണ്. അവൻ എൻ്റെ സ്നേഹത്തിൻ്റെ തുടിപ്പാണ്. ആ മോൻ അള്ളാഹുവിൻ്റെ റൂഹുല്ലാഹി എന്ന പ്രവാചകനാണ്. ആ മോനൊന്ന് വന്നോട്ടെ, അതുവരെയൊന്ന് കാത്തിരിക്കാമോ എന്ന് അസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുമ്പോൾ അസ്രാഈൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇല്ല, പറ്റില്ല. അവിടുന്ന് മഹദി നിൽക്കുന്ന നിൽപ്പിൽ തന്നെ റൂഹ് പിടിക്കാനാണ് അള്ളാഹുവിൻ്റെ ആജ്ഞയുള്ളത്. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ആത്മാവിൻ്റെ അവധിയെത്തിയാൽ പിന്നെ സമയത്തിന് വ്യത്യാസങ്ങളില്ല, ക്രമക്കേട് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം മഹദി നിന്ന നിൽപ്പിൽ തന്നെ റൂഹ് പിടിക്കുകയാണ്. വലത് കാലിൻ്റെ തള്ളവിരലിലൂടെ ആത്മാവിനെ പിടിക്കുകയാണ്. അങ്ങനെ സൂര്യൻ അസ്തമിച്ചു. മഗ്‌രിബിൻ്റെ നേരമായി. നോമ്പ് തുറക്കാനുള്ള ഭക്ഷണവുമായി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ആ രംഗത്തേക്ക് കടന്നു വരികയാണ്.